നമ്മുടെ കേരളത്തിൽ മഴക്കാലം ഇതാ എത്തിയിരിക്കുന്നു. മഴ അത് പ്രകൃതിയുടെ ഒരു സൗന്ദര്യമാണ്. പക്ഷേ ഈ സൗന്ദര്യത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടകരമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് നമ്മൾക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്രശാന്ത സുന്ദരമായ ഈ മഴക്കാലം നമ്മുടെ ജീവിതത്തിലെ ഒരു അപകടകാലമായി മാറും. എന്തൊക്കെ രോഗങ്ങളാണ് ഈ ഒരു സമയത്ത് കൂടുതലായി കണ്ടുവരുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡെങ്കിപ്പനി. കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത്. തീർച്ചയായിട്ടും ഡെങ്കിപ്പനിയുള്ള ഒരുപാട് ആൾക്കാർ ഈ മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഡെങ്കിപ്പനിയിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നല്ല ശക്തമായിട്ടുള്ള പനി ഉണ്ടാവും, ശാരീരിക വേദന ഉണ്ടാവും, തലവേദന അനുഭവപ്പെടും, നല്ല ക്ഷീണം എന്നിവയൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും മലിനമായ വെള്ളം ആണ് ഇത് പകരാൻ ഏറ്റവും കൂടുതൽ കാരണമാകുക. അവിടെയാണ് മോസ്കിറ്റോ ആയിട്ട് കൊതുകുകൾ ഏറ്റവും കൂടുതൽ പെരുകുക. പിന്നെ മോസ്കിറ്റോ നെറ്റുകളും മോസ്കിറ്റോ റിപ്പല്ലൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് കൊതുകടി ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണ ജാഗ്രത നമ്മൾ പാലിക്കണം. പിന്നെ ഇതിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തീർച്ചയായിട്ടും നല്ല ജലാംശം ഉള്ളിലെത്തുക എന്നുള്ളതാണ്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ കൺസൾട്ടേഷൻ എടുക്കണം. മഴക്കാലത്ത് കാണുന്ന വളരെ അപകടം പിടിച്ച രോഗമാണ് എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്നുള്ളത്. എലിയുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയാണ് ഇത് പകരുന്നത്. ചികിത്സ വൈകി കഴിഞ്ഞാൽ വളരെ ഗുരുതരമാകാൻ സാധ്യതയുള്ള ഒരസുഖമാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? പുറത്തൊക്കെ പോകുമ്പോൾ കാലുകൾ നല്ല ചെരുപ്പൊക്കെ ധരിച്ചിട്ട് ധരിച്ച് പോവുക. നമ്മുടെ ചളിവെള്ളവും കേടുള്ള വെള്ളവുമായിട്ട് സമ്പർക്കം കാലിനില്ലാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ ധരിക്കുക. പിന്നെ നമുക്കറിയാം, എവിടെയെങ്കിലുമൊക്കെ എലിപ്പനി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന മെഡിസിൻ കഴിക്കാനൊക്കെ വേണ്ടി റെക്കമെൻഡ് ചെയ്യും. പ്രത്യേകിച്ച് ഡോക്സിസൈക്ലിനൊക്കെ പോലത്തെ മരുന്നുകൾ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. ഗവൺമെൻറ് തരുന്നത് നിങ്ങൾ തള്ളിക്കളയരുത്. പിന്നെ എലിപ്പനിയാണോ എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ചികിത്സ എത്തേണ്ടതുണ്ട്. ഒരു ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാകാനുള്ള സാധ്യത നമുക്ക് മുമ്പിലുണ്ട്. ഈ ഒരു സമയത്ത് കാണുന്ന മറ്റൊരു അസുഖങ്ങളാണ് വയറിളക്കവും മലിനമായ ജലത്തിലൂടെ പകരുന്ന മറ്റു രോഗങ്ങളും. ടൈഫോയിഡ് കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഹെപ്പറ്റൈറ്റിസ് എ ഒരുപാട് കാണാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ പലപ്പോഴായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ പുറത്തു പോയി വരികയാണെങ്കിലൊക്കെ നമ്മൾ കൈകൾ ശരിയായ രീതിയിൽ വൃത്തിയാക്കണം. ഇത് വയറിളക്കം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ORS ഒന്നും കുടിക്കാൻ ഒരു കാരണവശാലും മടിച്ചു പോരുത്. ORS തന്നെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കൈകൾ ശരിയായി കഴുകാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കെയർ സ്വീകരിക്കുക. മഴക്കാലത്ത് കാണുന്ന മറ്റു ആരോഗ്യ പ്രശ്നമാണ് വൈറൽ ഫീവറും പിന്നെ ചില ശ്വാസകോശ പ്രശ്നങ്ങളും. ഇത് വേഗത്തിൽ പകരാം. ഇതിന് തീർച്ചയായിട്ടും വിശ്രമം, വെള്ളം, സംയോജിതമായിട്ടുള്ള ചികിത്സയും ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, രോഗം വന്ന ശേഷമുള്ള ചികിത്സയേക്കാൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് നമുക്കുണ്ടാവേണ്ടത്. ഈ മഴക്കാലത്ത് നിങ്ങളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തുക. തീർച്ചയായിട്ടും നമ്മൾ മഴക്കാലത്ത് സൂക്ഷിക്കേണ്ട ഒരു ആരോഗ്യ ചെക്ക് ലിസ്റ്റ് ഞാൻ പറയാം. ഇതൊക്കെ ടിക്ക് ചെയ്തിട്ടൊന്നും തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. കൊതുക് വളരുന്ന വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ചെരുപ്പ് ധരിക്കുക. കൈകൾ വൃത്തിയായിട്ട് കഴുകുക. പനി വന്നാൽ ഉടൻ ഡോക്ടറെ കാണുക. ആരോഗ്യമുള്ള മഴക്കാലം, ആരോഗ്യകരമായ കേരളം, അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം.